കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ആരുടെയും വിശ്വാസത്തെ കോൺഗ്രസ് വേദനിപ്പിക്കില്ലെന്നും പത്തനംതിട്ടയിലെ പൊതുയോഗത്തിൽ രാഹുൽ പറഞ്ഞു. നരേന്ദ്രമോദിയെയും ആർഎസ്എസിനെയും കടന്നാക്രമിച്ച രാഹുൽ ഇടതുപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിച്ചില്ല. ഇടതുപക്ഷം ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു. ആവേശം വാരിവിതറിയ പതിനായിരക്കണക്കിന് UDF പ്രവർത്തകർ തടിച്ചുകൂടിയ പത്തനാപുരത്തിന്റെ മണ്ണിലേക്കാണ് രാഹുൽ ഗാന്ധി ആദ്യം പറന്നിറങ്ങിയത്. മോദിയെയും ആർഎസ്എസിനെയും കടന്നാക്രമിച്ച പ്രസംഗം. Currently our country is under attack by the BJP and the RSS. They want to suppress all other voices other than their own. They believe that only one idea should rule India. തുടർന്ന് പത്തനംതിട്ടയിലേക്ക്. CPM-നെ വിമർശിക്കില്ല എന്ന രാഹുലിന്റെ മുൻ നിലപാട് പോലെ തന്നെയായിരുന്നു പത്തനംതിട്ടയിലെയും പത്തനാപുരത്തെയും പ്രസംഗങ്ങൾ. കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ച പത്തനംതിട്ടയിലെ പ്രസംഗം. In allowing all people to express their faith, express their belief, express their sentiments. So the Congress party will never take an action that stops people from genuinely expressing their faith. പിന്നീട് ആലപ്പുഴയിലേക്ക്. CPM-നെയും ഇടതുപക്ഷത്തെയും താലോലിക്കുന്ന സംസാരമായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. I differentiate between the left and the RSS. The left has never done what the RSS is doing. മൂന്നിടങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥന. നാളെ മലബാർ മേഖലയിലാണ് രാഹുൽ ഗാന്ധിയുടെ പര്യടനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.